ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബെൻസി. ഹെൽപ്പ് മീയിലൂടെ എന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോ ആണ് നിങ്ങൾ കേൾക്കുന്നത്. ഈ വീഡിയോ മറ്റേതെങ്കിലും ലിങ്ക് വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള പേജുകൾ വഴിയൊക്കെ പലരും ഷെയർ ചെയ്യുന്നുണ്ടാകാം. പല പേജുകളും എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചാൽ ഞാൻ കാണില്ല. ഒന്നുകിൽ ഈ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് ഇവിടെ കമൻ്റ് ഇടുക, അല്ലെങ്കിൽ ഹെൽപ്പ് മീലോഡ് യൂട്യൂബ് ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജ് പ്രാക്ടിക്കൽ ലൈഫ് ഹെൽപ്പ് മീലോഡ് എന്നാണ്. എനിക്ക് വേറെ ഒരു പേജുമില്ല. നേരത്തെ പേജിൻ്റെ നെയിം പ്രാക്ടിക്കൽ ലൈഫ് എന്ന് മാത്രമായിരുന്നു. പലരും പറഞ്ഞു സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് ഹെൽപ്പ് മീലോഡ് എന്നുകൂടി ചേർത്തിട്ടുണ്ട്. സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടും. അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നിങ്ങളുടെ സംശയങ്ങൾ അവിടെ ചോദിക്കാം, ഞാൻ മറുപടി തരാം. ഒരു പരിധിവരെ നിത്യജീവിതത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഈ പേജിൻ്റെയും വീഡിയോസിൻ്റെയും എല്ലാ ലിങ്ക് ഞാൻ അവിടെ ഇടാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ. റോസാ ചെടിയുടെ പരിപാലനം, അതെങ്ങനെ നടാം, എങ്ങനെ ധാരാളം പൂക്കൾ ഉണ്ടാക്കാം എന്നൊക്കെയാണ്. കുറേ പേർ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്. എന്നും ബ്യൂട്ടി ടിപ്പ് മാത്രം പോരല്ലോ അല്ലേ, എല്ലാം വേണ്ടേ നമുക്ക്. അപ്പോൾ റോസയുടെ കമ്പാണ് നടാൻ എടുക്കുന്നത്. പല രീതിയിലും നടാറുണ്ട്. ഞാൻ 3 രീതികൾ പറയാം. നിങ്ങൾക്ക് ഇത് ശരിയായി തോന്നുന്നുവെങ്കിൽ ഇത് ഫോളോ ചെയ്യുക. ഓൾറെഡി ഏതെങ്കിലും മെത്തേഡ് ചെയ്ത് അതിൽ കൂടി ധാരാളം പൂക്കൾ കിട്ടുന്നവർ, ഒരു കുഴപ്പമില്ലാതെ റോസാ ചെടി നട്ടു വളർത്തുന്നവർ അത് തന്നെ ഫോളോ ചെയ്തോളൂ. നിങ്ങളുടെ ടിപ്സ് അതുപോലെ അറിവുകൾ ഇവിടെ കമൻ്റായി ഇട്ടാൽ വായിക്കുന്നവർക്കും പ്രയോജനമാകും. റോസയുടെ കമ്പാണ് നടുന്നതെങ്കിൽ നടുമ്പോൾ ഒത്തിരി വളം ഇട്ട് വെക്കരുത്. ഇടത്തരം റോസാ കമ്പ് മുറിച്ച് 2 കമ്പുകൾ ഒരു മൂട്ടിൽ നടുക. എന്നിട്ട് രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കണം. അത് ചട്ടിയിലായാലും ഗ്രോ ബാഗിലായാലും തറയിലായാലും നനയ്ക്കുന്നത് സെയിം ആണ്. മുളച്ചു വരുമ്പോൾ അല്പം ചാണകപ്പൊടി ഇടാം. 2-3 ശിഖരങ്ങൾ വന്ന ശേഷം ചാണകപ്പൊടിയും എല്ലുപൊടിയും മിക്സ് ചെയ്തിടാം. എല്ലുപൊടി ഇടുമ്പോൾ ഒരിക്കലും മൂടിനോട് ചേർത്തിടരുത്. എല്ലുപൊടി എന്നല്ല, ഒരു വളവും മൂടിനോട് ചേർത്തിടാൻ പാടില്ല. അല്പം മണ്ണ് ഇളക്കി മാറ്റിയിട്ട് വേണം വളം ഇടാൻ. വളമിട്ട ശേഷം നന്നായി 2 നേരവും നനയ്ക്കാനും മറക്കരുത്. ഇനി മറ്റൊരു രീതി, നമ്മൾ പുറത്തുനിന്നും വാങ്ങുന്ന തൈകൾ നടാനുള്ള രീതിയാണ്. ഇത് ഗ്രോ ബാഗിലോ ചട്ടിയിലോ നടുന്നവർക്ക് ഫോളോ ചെയ്യാം. ഗ്രോ ബാഗിൽ വേസ്റ്റ് പേപ്പർ ഏറ്റവും അടിയിൽ ഇട്ടിട്ട് അതിന് മുകളിൽ കുറച്ച് കരിയില നിറച്ച് അതിൻ്റെ മുകളിൽ മണ്ണും ചാണകപ്പൊടിയും തമ്മിലുള്ള മിശ്രിതം നിറച്ചും തൈ നടാം. ധാരാളം പൂക്കൾ ഉണ്ടാകും. നട്ട് കഴിഞ്ഞ് 2-3 ആഴ്ച കഴിയുമ്പോൾ ലേശം ചാരം ഇട്ടു കൊടുക്കാം. ഈ പേപ്പർ ഇട്ടാൽ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നട്ടവർക്ക് നല്ല റിസൾട്ടുമാണ് കിട്ടിയത്. ഇലകൾ ഒന്നും തന്നെ പ്രാണി തിന്നില്ല. ഇനി ഇതിൽ പറഞ്ഞ പോലെ പേപ്പർ, കരിയില ഒന്നുമില്ലാത്തവർക്ക് സാധാരണ നടുന്നത് പോലെ നടാം. മണലോ മണ്ണോ ഒക്കെ കുറവാണെങ്കിൽ കൂട്ടത്തിൽ ചകിരിച്ചോറ് ഉപയോഗിക്കാം. വളക്കടകളിൽ അല്ലെങ്കിൽ കൃഷി ഫാമിലൊക്കെ ചകിരിച്ചോറ് വാങ്ങാൻ കിട്ടും. നല്ല ചരലടങ്ങിയ മണ്ണും പകുതി ചാണപ്പൊടിയും മിക്സ് ചെയ്ത് ചട്ടിയിലോ ഗ്രോ ബാഗിലോ തറയിലോ ഒക്കെ നടാം. റോസയ്ക്ക് വെയിലും തണലും ആവശ്യമാണ്. കുറഞ്ഞത് 4-5 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ ആയുസ് അധികം കാണില്ല. ഇനി പൂക്കൾ കൂടുതൽ കിട്ടാനും പ്രാണിശല്യം ഒക്കെ ഇല്ലാതാക്കാനും ഉള്ള ടിപ്സ് തരാം. ഇടയ്ക്കൊക്കെ തേയിലച്ചണ്ടി, അതായത് നമ്മൾ ചായ ഇട്ട ശേഷം കിട്ടുന്ന തേയില, ഈ തേയിലച്ചണ്ടിയും മുട്ടത്തോട് പൊടിച്ചതുമൊക്കെ ഇട്ട് കൊടുക്കാം. ധാരാളം പൂക്കൾ കിട്ടാൻ ഇത് സഹായിക്കും. അന്നുള്ള ചായ ഇട്ട ശേഷമുള്ള തേയില സ്റ്റോർ ചെയ്ത് വെക്കാം. ആവശ്യമുള്ളപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഉള്ളിത്തൊലി, വെളുത്തുള്ളിത്തൊലി ഇവയൊക്കെ നമ്മൾ പാചകം കഴിഞ്ഞ ശേഷം കളയാതെ ഇതിന് വളമായി പ്രയോജനപ്പെടുത്താം. ഇത് നല്ലൊരു കീടനാശിനി കൂടിയാണ്. ഇറച്ചി കഴുകിയ വെള്ളം ഒഴിച്ചാൽ റോസാച്ചെടി നല്ലതുപോലെ തഴച്ച് വളരും. അതുമാത്രമല്ല, അതിൽ നിന്ന് വലിയ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. അതേത് തരം ഇറച്ചി കഴുകിയതുമാകാം. പൂച്ചെടികളിലെ മുരടിപ്പ് തടയാൻ അതിൽ പഴങ്കഞ്ഞി വെള്ളം തളിക്കുന്നത് നല്ലതാണ്. മുട്ടത്തോട് പൊട്ടിച്ച് ചാരവും കലർത്തി ഉപയോഗിക്കുന്നതും റോസിന് നല്ലൊരു വളപ്രയോഗമാണ്. പിന്നുള്ളത് കുറച്ച് കടലപ്പിണ്ണാക്ക് 3 ദിവസം വെള്ളത്തിൽ കുതിർത്ത ശേഷം ആ തെളിവെള്ളം ഇരട്ടി വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് 3-4 ദിവസം നനയ്ക്കുക. എത്ര പൂക്കാത്ത റോസയും പൂക്കാൻ ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച തെളിവെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. പച്ചച്ചാണകം, ചാണകപ്പൊടി, ആട്ടിൻ പുഴുക്ക അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം എന്നൊക്കെ പറയും, ഇത് ഉണങ്ങിപ്പൊടിച്ചതൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുക്കാം. ഇതും മൂട്ടിൽ നിന്ന് അല്പം അകറ്റി വേണം ഇടാൻ. ആട്ടിൻ പുഴുക്ക ചൂടാണേ, അതുകൊണ്ടാണ് അത് ഉണങ്ങിയത് ഇടാൻ പറഞ്ഞത്. ഇതൊക്കെ ഇടുമ്പോൾ മൂട്ടിൽ നിന്നും അല്പം മണ്ണ് ഇളക്കി വേണം ഇടാൻ. അത് നല്ല ഗുണം ചെയ്യും. പിന്നെ പശുവിൻ്റെ മൂത്രം ഏറ്റവും നല്ലതാണ്.
അതും 2 ആഴ്ച കൂടുമ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. കോഴിക്കാഷ്ടം മാസത്തിൽ ഒരിക്കലിടാം. ഇത് അല്പം ചൂടാണ് ഈ കോഴിക്കാഷ്ടം, അതുകൊണ്ട് മൂട്ടിൽ നിന്നും അകറ്റിയിടുക. ഇട്ടതിന് ശേഷം നല്ലതുപോലെ നനയ്ക്കുകയും വേണം. മാസത്തിൽ ഒരിക്കൽ എല്ലുപൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലുപൊടി ഇട്ടാലും ധാരാളം പൂക്കൾ ഉണ്ടാകും. പിന്നെ കുറച്ച് പഴത്തൊലിയും മുട്ടത്തോടും ചായപ്പിണ്ടിയും നല്ലതുപോലെ മിക്സിയിൽ അടിക്കുക. അതിനുശേഷം ഇതിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് റോസാച്ചെടിയുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ തഴച്ച് വളരാനും പൂക്കാനുമൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇത് റോസയ്ക്ക് മാത്രമല്ല, എല്ലാ ചെടികൾക്കും ചെയ്യാമേ. ഇനി പൂവിട്ട് കഴിഞ്ഞാൽ, ഒരു പൂവ് വാടി കഴിയുമ്പോൾ ആ തണ്ടിൻ്റെ അടിയിൽ നിന്നും 2 or 3 ഇല വിട്ടിട്ട് കട്ട് ചെയ്യണം. അതുപോലെ ഏറ്റവും മുകളിലെ കമ്പ് കട്ട് ചെയ്തും കളയണം. അതായത് കോതിക്കളയുക എന്നൊക്കെ പറയും, നമ്മുടെ നാട്ടിൽ അങ്ങനെയാ പറയുന്നത്. ഇത് പുതിയ ശിഖരങ്ങൾ ഉണ്ടായി വീണ്ടും കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കും. അതായത് പൂക്കൾ വന്നു കഴിഞ്ഞ ശേഷം തണ്ടിന് താഴെ വെച്ച് മുറിച്ചു കൊടുക്കുക, കോതിക്കളയുക. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് പുതിയ ശിഖരങ്ങൾ ഉണ്ടായി പൂക്കൾ ഉണ്ടാകും. അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും. കട്ട് ചെയ്യുമ്പോൾ കമ്പ് ചരിച്ചു പിടിച്ച് വേണം കട്ട് ചെയ്യാൻ. തണ്ടുകളൊക്കെ മുരടിക്കുന്നുവെങ്കിൽ അതും ഇതുപോലെ ആ തണ്ട് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതൊക്കെ നോർമലായിട്ടുള്ള കുറച്ച് ടിപ്സാണ്, പലർക്കും അറിയാവുന്നതാണ്. ഇതൊക്കെ നാട്ടിലും വിദേശത്തുമുള്ളവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ്. ഇപ്പോൾ വളക്കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്തവർക്ക്, എല്ലുപൊടിയൊക്കെ വാങ്ങാൻ പറ്റാത്തവർക്ക്, അതുപോലെ കടലപ്പിണ്ണാക്ക് അതൊന്നും ഇല്ലാത്തവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറേ ടിപ്സ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ട്രൈ ചെയ്യുക. എല്ലാത്തിലും ഉപരി ചെടികളെ മക്കളെപ്പോലെ സ്നേഹിക്കുക, അതിനോട് കാര്യം പറയുക. എന്നും അല്പസമയം അതിനെ തൊട്ട് തലോടിയൊക്കെ കാര്യം പറയുക. അവർക്കും സ്പർശനം അറിയാനും കേൾക്കാനും ഒക്കെ സാധിക്കും. ഞാനീ പറഞ്ഞത് കേൾക്കുന്നത് നിങ്ങൾക്ക് തമാശയായി തോന്നും. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങളുടെ വീട്ടിൽ അത് കേൾക്കുന്നവരും ചോദിക്കും നിങ്ങൾക്ക് വട്ടാണോ എന്ന്. പക്ഷേ സത്യമാണ്. നമ്മൾ ചെടികളോടൊന്ന് സംസാരിച്ച് നോക്കിക്കേ, അതിൻ്റെ മാറ്റം നല്ലതുപോലെ അറിയാൻ സാധിക്കും. അപ്പോൾ ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.